ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ കോടതിയിലാണ് ഇന്ന് ക്രിമിനൽ MC 51-57 നമ്പറായിട്ട് കേസ് വന്നത്. പ്രോസിക്യൂഷൻ ആയതിനെ എതിർത്തു. 5 വീക്ക് സമയം അവർ ചോദിച്ചു. കോടതി പന്തീരങ്കാവ് പോലീസിലേക്ക് ഇൻസ്ട്രക്ഷൻ അയച്ചിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ പന്തീരങ്കാവ് പോലീസിൽ എത്തിക്കഴിഞ്ഞാൽ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ എത്തുന്ന മുറക്ക് കേസ് കോഷ് ചെയ്യുന്നു. അതിൽ പരാതിക്കാരി അന്ന് മെയ് മാസം 30-ാം തീയതി നൽകിയ അഫിഡവിറ്റും വക്കാലത്തുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം ഇതിനെ എതിർത്താലും കാരണം ഇത് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് അല്ല, വ്യക്തികൾ തമ്മിലുള്ള പരാതിയാണ്. പരാതിയില്ല എന്ന് പറഞ്ഞ് പരാതിക്കാരി അഫിഡവിറ്റ് കൊടുക്കുന്ന മുറക്ക് തന്നെ ആ പരാതി കേസ് ബഹുമാനപ്പെട്ട കോടതി സെറ്റിൽ ചെയ്യാനാണ് തയ്യാറാവുക. ഈ പരാതിക്കാരി ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഇപ്പം കൂറ് മാറിയതായി പ്രഖ്യാപിച്ച അത്തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പോലീസ് എടുക്കേണ്ട നടപടികളാണ്. കാരണം പരാതിക്കാരി കൂറ് മാറിയിട്ടുണ്ടോ അല്ലെ പരാതിക്കാരുടെ മൊഴി എന്താണ്? കാരണം പരാതിക്കാരിയുടെ FIS കൊണ്ട് തന്നെ പരാതിക്കാരിക്ക് അത്തരത്തിൽ പരാതിയില്ല. പോലീസ് എന്തോ കേസെടുത്തതാണ്. പരാതിക്കാരിക്ക് 498 പ്രകാരമുള്ള ഒരു പരാതിയും പരാതിക്കാരിയുടെ FIS കൊണ്ട് കാണില്ല. ഞാൻ നിങ്ങൾക്ക് പത്രക്കാർക്ക് മുഴുവൻ തന്നത് ആ ഡോക്യുമെൻറ്റിൽ വ്യക്തമായിട്ട് ഞാൻ സന്ദീപിനെ വിളിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് അടിച്ചതെന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അല്ലാതെ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വാങ്ങിയോ അല്ലെ സ്വർണ്ണം ചോദിച്ചോ കൂടുതൽ ചോദിച്ചോ ഒന്നും അങ്ങനെ ഒരു പരാതിയേ ഇല്ല. ആ പരാതി FIS എന്താണോ ഉള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് ഇപ്പോഴും പരാതിക്കാരിയുള്ളത്.